ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് എന്നത് വെറും ഒരു ടീം മാത്രമല്ല, അതൊരു വികാരമാണ്. ആ വികാരത്തിന്റെ കേന്ദ്ര ബിന്ദു മഹേന്ദ്ര സിംഗ് ധോണിയായിരുന്നു. എന്നാൽ കാലം മാറുകയാണ്. ധോണി എന്ന ഇതിഹാസത്തിന്റെ പകരക്കാരനായി ആര് വരുമെന്ന ചോദ്യത്തിന് വർഷങ്ങളായി ഉത്തരം തേടുകയായിരുന്നു ചെന്നൈ മാനേജ്മെന്റും ആരാധകരും. ഒടുവിൽ ആ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് മലയാളി താരം സഞ്ജു സാംസൺ മഞ്ഞക്കുപ്പായം അണിഞ്ഞിരിക്കുന്നു. രാജസ്ഥാൻ റോയൽസിന്റെ നായകനായിരുന്ന സഞ്ജുവിന്റെ ചെന്നൈയിലേക്കുള്ള വരവ് വെറും ഒരു ടീം മാറ്റമല്ല, മറിച്ച് IPL ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ അധികാര കൈമാറ്റത്തിന്റെ തുടക്കമാണ്. ഇന്ത്യൻ ക്രിക്കറ്റിലെ എക്കാലത്തെ മികച്ച നായകന്മാരിൽ ഒരാളായ അനിൽ കുംബ്ലെ സഞ്ജുവിന്റെ വരവിനെ വിശേഷിപ്പിച്ചത് ചെന്നൈയുടെ ദീർഘകാലമായുള്ള തിരച്ചിലിന്റെ അന്ത്യമെന്നാണ്. ധോണിക്ക് ശേഷം ചെന്നൈയുടെ നായകസ്ഥാനം ഏറ്റെടുക്കാൻ രവീന്ദ്ര ജഡേജയും ഋതുരാജ് ഗെയ്ക്വാദിനെയും പരീക്ഷിച്ചെങ്കിലും ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ എന്ന നിലയിലും തന്ത്രശാലിയായ ക്യാപ്റ്റൻ എന്ന നിലയിലും ധോണിയുടെ ശൂന്യത നികത്താൻ സഞ്ജുവിനോളം മികച്ചൊരാൾ വേറെയില്ലെന്നാണ് അദ്ദേഹം അടിവരയിടുന്നത്. ധോണിക്ക് അപ്പുറത്തേക്ക് ചിന്തിക്കാൻ CSK മാനേജ്മെന്റ് നിർബന്ധിതരായ ഘട്ടത്തിലാണ് സഞ്ജുവിന്റെ വരവ്. വിക്കറ്റിന് പിന്നിൽ ധോണിയോളം വേഗതയും കൃത്യതയും പുലർത്താൻ കെൽപ്പുള്ള സഞ്ജു മധ്യനിരയിൽ കളി നിയന്ത്രിക്കാനും അവസാന ഓവറുകളിൽ തകർത്തടിക്കാനും പ്രാപ്തനാണ്. സഞ്ജുവിന്റെ IPL അനുഭവ സമ്പത്തും സമ്മർദ്ദഘട്ടങ്ങളെ അതിജീവിക്കാനുള്ള കഴിവും ചെന്നൈക്ക് വലിയ മുതൽക്കൂട്ടാകുമെന്നും അദ്ദേഹം വിശ്വസിക്കുന്നു. ദക്ഷിണാഫ്രിക്കൻ ഇതിഹാസം AB ഡിവിലിയേഴ്സിന്റെ വാക്കുകളിൽ പ്രശംസയും ഒപ്പം ജാഗ്രതയുമുണ്ട്. ചെന്നൈ സൂപ്പർ കിങ്സ് ഇത്രയും കാലം കാത്തിരുന്നത് സഞ്ജുവിനെ പോലൊരു പ്രതിഭയ്ക്ക് വേണ്ടിയാണെന്ന് അദ്ദേഹം സമ്മതിക്കുന്നു. സഞ്ജുവിന്റെ ബാറ്റിംഗ് ശൈലി ചെന്നൈയിലെ ചെപ്പോക്ക് സ്റ്റേഡിയത്തിലെ പിച്ചുകൾക്കേറെ അനുയോജ്യമാണ്. എന്നാൽ ധോണി എന്ന മഹാമേരുവിന്റെ നിഴലിൽ നിൽക്കുമ്പോൾ സഞ്ജുവിന് ഏറെ പഠിക്കാനുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. ക്യാപ്റ്റൻ എന്ന നിലയിൽ ധോണി തന്റെ സഹതാരങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുവെന്നും ഫീൽഡിലെ തന്ത്രപരമായ നീക്കങ്ങളും സഞ്ജുവിനെ പോലൊരു യുവതാരത്തിന് വലിയ പാഠപുസ്തകമാണ്. രാജസ്ഥാൻ റോയൽസിൽ നിന്ന് ചെന്നൈയിലേക്ക് വരുമ്പോൾ ലഭിക്കുന്ന വലിയ ഉത്തരവാദിത്തം സഞ്ജു എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ചെന്നൈയുടെ ഭാവി. ലോകകപ്പിലെ മികച്ച പ്രകടനത്തിന് ശേഷം എത്തുന്ന സഞ്ജുവിന് ആത്മവിശ്വാസം ഒപ്പം ഉണ്ടെങ്കിലും CSKയുടെ ആരാധക വൃന്ദത്തിൽ പ്രതീക്ഷകൾ ഉയർത്തുന്ന സമ്മർദ്ദം ചെറുതല്ല. IPLൽ ഇതുവരെ 177 മത്സരങ്ങൾ കളിച്ച സഞ്ജുവിന്റെ കരിയർ ഗ്രാഫ് പരിശോധിച്ചാൽ അതിശയിപ്പിക്കുന്ന വളർച്ചയാണ് കാണാൻ കഴിയുക. മൊത്തം റൺസ് 4704, സെഞ്ചുറികൾ 3, അർദ്ധ സെഞ്ചുറികൾ 26. സ്ട്രൈക്ക് റേറ്റ് മിക്കവാറും എല്ലാ സീസണുകളിലും 135-ന് മുകളിൽ. രാജസ്ഥാൻ റോയൽസിനെ IPL ഫൈനലിൽ എത്തിച്ച നായകൻ എന്ന നിലയിൽ സഞ്ജു തന്റെ പക്വത തെളിയിച്ചതാണ്. ഒരു പവർ ഹിറ്റർ എന്ന നിലയിൽ നിന്നും ടീമിന്റെ ഉത്തരവാദിത്തം ഏൽക്കുന്ന ഒരു പ്ലേ മേക്കർ എന്ന നിലയിലേക്ക് സഞ്ജു മാറിയിരിക്കുന്നു. ചെന്നൈയിൽ ധോണിക്ക് കീഴിൽ കളിക്കുന്നത് അദ്ദേഹത്തിന്റെ ബാറ്റിംഗിലും ക്യാപ്റ്റൻസിയിലും കൂടുതൽ തെളിച്ചം നൽകും. കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിലും സഞ്ജുവിന് വലിയൊരു ആരാധക വൃന്ദമുണ്ട്. സഞ്ജു ചെന്നൈ ക്യാമ്പിൽ എത്തിയത് തമിഴ് ആരാധകർക്കിടയിൽ വൻ ആവേശമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ലോകകപ്പ് ജേതാവായ ശിവൻ ദുബൈയും സഞ്ജുവും ഒരുമിച്ച് ക്യാമ്പിൽ ചേരുന്നത് ടീമിന്റെ ബാറ്റിംഗ് നിരയെ അതിശക്തമാക്കും. മിഡിൽ ഓർഡറിൽ ദുബൈ സഞ്ജു സഖ്യം എതിരാളികളുടെ ഉറക്കം കെടുത്താൻ പോകുന്നതാണ്. ചെന്നൈ ടീം മാനേജ്മെന്റ് ഒരുക്കിയിരിക്കുന്ന വമ്പൻ സ്വീകരണം സഞ്ജുവിന് നൽകുന്ന പ്രാധാന്യം വ്യക്തമാക്കുന്നു. ജഡേജയിലേക്കും ഋതുരാജിലേക്കും ക്യാപ്റ്റൻസി മാറിയപ്പോഴും ധോണി തന്നെയായിരുന്നു ടീമിന്റെ യഥാർത്ഥ വഴികാട്ടി. എന്നാൽ ഭാവിയിൽ ഒരു ദീർഘകാല നായകനെ ചെന്നൈ തേടുമ്പോൾ അത് സഞ്ജു തന്നെയാകുമെന്നത് ഉറപ്പാണ്. ധോണിയുടെ പിൻഗാമി എന്ന പദവി ഒരു വശത്ത് ബഹുമതിയാണെങ്കിൽ മറുവശത്ത് അത് വലിയൊരു വെല്ലുവിളിയാണ്. ഓരോ ചുവടും ഓരോ തീരുമാനം ധോണിയുമായി താരതമ്യം ചെയ്യപ്പെടും. സഞ്ജുവിന്റെ ബാറ്റിംഗിലെ സ്ഥിരതയാണ് ആരാധകർ ഉറ്റുനോക്കുന്ന പ്രധാന കാര്യം. ചെന്നൈയിലെ വേഗത കുറഞ്ഞ പിച്ചുകളിൽ സ്പിന്നർമാരെ നേരിടുന്നതിൽ സഞ്ജുവിനുള്ള വൈദഗ്ധ്യം ചെന്നൈക്ക് ഗുണകരമാകും. സഞ്ജുവിന്റെ വരവോടെ ചെന്നൈയുടെ ടീം കോമ്പിനേഷനിൽ വലിയ മാറ്റങ്ങളും വരും. വിക്കറ്റ് കീപ്പിംഗിനൊപ്പം തന്നെ 3-ാം നമ്പറിലോ 4-ാം നമ്പറിലോ സഞ്ജുവിന് ബാറ്റിംഗ് ഓർഡർ ക്രമീകരിക്കാം. ഇത് മറ്റ് സീനിയർ താരങ്ങൾക്ക് കൂടുതൽ സ്വതന്ത്രമായി കളിക്കാൻ അവസരം നൽകും. IPL 2026ലേക്ക് നീങ്ങുമ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സ് വെറും ഒരു കിരീടം മാത്രമല്ല ലക്ഷ്യമിടുന്നത്, മറിച്ച് ധോണിക്ക് ശേഷമുള്ള ഒരു പുതിയ യുഗത്തിന് തുടക്കം കുറിക്കുക കൂടിയാണ്. സഞ്ജു സാംസൺ ആ ദൗത്യം ഏറ്റെടുക്കാൻ പൂർണ്ണ സജ്ജനാണെന്ന് ലോകകപ്പിലെ പ്രകടനം വ്യക്തമാക്കുന്നു. അനിൽ കുംബ്ലെയും AB ഡിവിലിയേഴ്സും ചൂണ്ടിക്കാണിച്ചതുപോലെ ഇന്ത്യൻ ക്രിക്കറ്റിലെ ഈ മലയാളി കരുത്ത് മഞ്ഞക്കുപ്പായത്തിൽ ചരിത്രം കുറിക്കുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് കായിക ലോകം. ധോണിയുടെ തന്ത്രങ്ങളും സഞ്ജുവിന്റെ ബാറ്റിംഗ് വീര്യവും ഒത്തുചേരുമ്പോൾ ചെന്നൈ ഇത്തവണ 6-ാം കിരീടത്തിലേക്ക് മുത്തമിടുമെന്നതിൽ തർക്കമില്ല. രാജസ്ഥാനിലെ പിങ്ക് കുപ്പായത്തിൽ നിന്ന് ചെന്നൈയിലെ മഞ്ഞയിലേക്ക് മാറുമ്പോൾ സഞ്ജുവിന്റെ കരിയറിലെ ഏറ്റവും വലിയ സുവർണ്ണ കാലഘട്ടത്തിനാണ് ഇവിടെ തിരി തെളിയുന്നത്.